പത്തനംതിട്ട റാന്നി അടിച്ചിപ്പുഴ വനവാസി ഉന്നതിയിൽ പെന്തക്കോസ്ത് അധിനിവേശം. വ്യാപകമായി മതപരിവർത്തനവും ഭൂമി കയ്യേറ്റവും നടത്തുന്ന സിയോൺ ബ്രദറൻ അസംബ്ലിക്കെതിരെ പ്രതിഷേധവുമായി മലവേടൻ മഹാസഭ. ഉന്നതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പള്ളി പ്രവർത്തനം നിർത്തണമെന്ന പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ ഉത്തരവിട്ടു. കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് അടിച്ചിപ്പുഴ ഉന്നതിയിലേക്ക് സിയോൺ ബ്രദറൻ അസംബ്ലി പ്രവർത്തകർ കടന്നുവരുന്നത്. വിധവകളെയും രോഗികളെയും സമീപിച്ച് പണമടക്കം വാഗ്ദാനം ചെയ്താണ് വ്യാപകമായി മതപരിവർത്തനം നടത്തുന്നത്. ഇതിനോടകം ഉന്നതിയിലെ 25ഓളം ആളുകളെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഇവർ പരിവർത്തനം നടത്തി. വനവാസികൾക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമി കയ്യേറ്റവും ഇവരുടെ ലക്ഷ്യമാണ്. അടിച്ചിപ്പുഴയിൽ വാടകയ്ക്കെടുത്ത വീട് കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ. പിന്നീട് ഈ വീട് പള്ളിയാക്കിയും മാറ്റി. സിയോൺ ബ്രദറൻ അസംബ്ലിക്കെതിരെ പ്രദേശവാസികൾ പട്ടികജാതി ഗോത്രവർഗ കമ്മീഷനിൽ ഉൾപ്പെടെ പരാതി നൽകി. ഉന്നതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പള്ളി പ്രവർത്തനം നിർത്തണമെന്ന് പട്ടികജാതി ഗോത്രവർഗ കമ്മീഷൻ ഉത്തരവിട്ടു. കമ്മീഷൻ ഉത്തരവിന് പുല്ലുവില നൽകി വീണ്ടും സിയോൺ ബ്രദറൻ അസംബ്ലി പ്രവർത്തനം തുടർന്നു. ഗോത്ര കമ്മീഷൻ ഉത്തരവ് പോലീസ് വിളിച്ച് നമ്മളെ ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച പാസറുടെ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിന് തൊട്ടുമുകളിലെ പാസറുടെ വീട്, അത് പുറത്തു നിന്നുള്ള പാസർമാരെ കൂടെ വരുത്തി ഇവിടെ ആരാധനയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഭൂമി കൈക്കലാക്കുക തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഭൂമി മറ്റുള്ള ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് അവിടെ 1 സെന്റിലും 2 സെന്റിലും 3 സെന്റിലും പാറപ്പുറത്തും പിന്നെ ഈ റോഡ് പുറമ്പോക്കളിൽ നാട്ടുതീരങ്ങളിലും ഞങ്ങളുടെ ആളുകൾ താമസമുണ്ട്. അവരെ ഒന്നും ഇവർ സമീപിച്ചിട്ടില്ല. ഇവിടെ ഈ ഭൂമി കണ്ടും കൊണ്ട് ഇവിടെ ഏതാണ്ട് വലിയ വികസനം കൊണ്ടുവരാമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 600ഓളം കുടുംബങ്ങളാണ് അടിച്ചിപ്പുഴ ഉന്നതിയിലുള്ളത്. പരമ്പരാഗത വനവാസി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർത്ത് വനവാസി ഭൂമി കയ്യേറാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഞായറാഴ്ച ഗോത്രവർഗ ചടങ്ങുകളും ആചാരങ്ങളും നടത്തി പെന്തക്കോസ്ത് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം നടത്തുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഗോകുൽ രമേശ്, ജനം, പത്തനംതിട്ട.